എനിക്കാശ്രയമേ. നിൻ ഗീതം ഞാനെന്നും ചെയ്തിടുവാനായി എൻ ഗീതം മുറ്റുമായി സമർപ്പിക്കുന്നേ. ഞാനല്ല ഇനി ജീവിക്കുന്നതു ഞാനല്ല ഇനി ഞാനല്ല, യേശുവത്രേ എന്നിൽ ജീവിക്കുന്നു. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷനയാത്രയിൽ ഫിലിപ്പി പട്ടണത്തിൽ വെച്ച് രക്ഷിക്കപ്പെട്ട വനിതയാണ് ലുദിയ. ത്വയ്തയിലെ പട്ടണക്കാരത്തിയായ ലുദിയ എന്ന അവർ അറിയപ്പെട്ടിരുന്നത്. ഇവിടെ നിന്ന് രക്താംബര വ്യാപാരവുമായി ബന്ധപ്പെട്ട് അവർ ഫിലിപ്പി പട്ടണത്തിൽ പോവുക സാധാരണമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു യാത്രയിൽ കർത്താവിനെ തൻ്റെ രക്ഷകനായി അവർ സ്വീകരിച്ചു. ലുദിയ നമുക്ക് ചില ചിന്തകൾ തരുന്നുണ്ട്. ഒന്ന്, ലുദിയ ദൈവഭക്തിയായ ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 16:14 ലുദിയ അറിയപ്പെടുന്ന ഒരു വസ്ത്രവ്യാപാരിയും അറിയപ്പെടുന്ന ഒരു ദൈവഭക്തയും ആയിരുന്നു. തൊഴിലിനോടൊപ്പം ദൈവഭക്തി കാത്തു സൂക്ഷിച്ചവൾ, ആരാധനയ്ക്കായി പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്ക് പോയിരുന്നവൾ, പൗലോസിൻ്റെ പ്രസംഗം ശ്രദ്ധയോടെ കേട്ടവൾ. ഇന്ന് മറ്റുള്ളവരുടെ ഇടയിൽ അറിയപ്പെടുന്ന പലരും ദൈവഭക്തർ എന്ന് അറിയപ്പെടുവാൻ തയ്യാറാകില്ല. ഒരു വിശ്വാസി എന്നതിനേക്കാൾ ഉപരി ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന് അറിയപ്പെടുവാൻ പലരും ആഗ്രഹിക്കുന്നതും ശ്രദ്ധിക്കുന്നതും. പതിവായി ആരാധനയിൽ പങ്കെടുക്കുന്നതിനോ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നതിനോ താല്പര്യപ്പെടാറില്ല. എൻ്റെ ജോലിത്തിരക്കിനിടയിൽ ആരാധനയിലും ഒക്കെ പങ്കെടുക്കുന്നതിന് സമയമില്ല എന്ന ഇങ്ങനെയുള്ളവർ പറയുന്നത്. നമ്മുടെ ഭക്തി ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് ധാരാളം തിരക്കുകളുണ്ട്. എന്നാൽ അവയുടെ മധ്യത്തിലും കർത്താവിനെ ആരാധിപ്പാനും കൂട്ടായ്മയിൽ പങ്കുചേരുവാനും കഴിയുന്നുണ്ടോ? ഇന്ന് എത്രയധികം നന്മകളാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. എല്ലാ നന്മകളും അനുഭവിക്കുന്ന നാം അവയൊക്കെ അനുഭവിക്കുന്നതിനിടയിൽ ദൈവത്തെ മറന്നിരിക്കുകയല്ലേ? ഒരു കഥ വായിച്ചത് ഓർക്കുന്നു. മക്കളില്ലാതെ ഭാരപ്പെട്ട ഒരു സ്ത്രീ എന്ന് ദേവാലയത്തിൽ പോയി ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ ജീവിതം തന്നെ കർത്താവിനായി വേർതിരിച്ചു എന്ന് എല്ലാവരും ചിന്തിച്ചു. ദൈവം പ്രാർത്ഥന കേട്ട് ഒരു പൈതലിനെ നൽകി. അതോടുകൂടി ദേവാലയത്തിലേക്കുള്ള യാത്ര കുറഞ്ഞു. പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകാതായി. ഒരിക്കൽ സഭാശുശ്രൂഷകൻ ചോദിച്ചു, മകളെ, ഇപ്പോൾ നിന്നെ ആരാധനയ്ക്ക് കാണുന്നില്ലല്ലോ. അവൾ പറഞ്ഞു, പ്രാർത്ഥന കേട്ട് ദൈവം എനിക്ക് നൽകിയ കുഞ്ഞിനെ വളർത്തുന്നതിന് തിരക്കിൽ എനിക്ക് ആലയത്തിൽ വരുന്നതിന് സമയം കിട്ടുന്നില്ല. ശുശ്രൂഷകൻ പറഞ്ഞു, നിനക്ക് മക്കളില്ലാതിരുന്നപ്പോൾ ദൈവത്തെ വേണമായിരുന്നു. ദൈവം നിനക്കൊരു മകനെ തന്നപ്പോൾ ദൈവത്തെ വേണ്ടതായി. എങ്കിൽ ഈ മകനെ തിരിച്ചെടുക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. ഒരു കാര്യം ഓർക്കണം, നൽകിയ നന്മകളെ തിരിച്ചെടുക്കുവാനും ദൈവത്തിന് കഴിയും. ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയുടെ മുൻപിൽ ദൈവത്തെ മറക്കാതെ ലുദിയെപ്പോലെ കർത്താവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. 2, ലുദിയ ദൈവഭക്തയായിരുന്നു എങ്കിലും അവൾ യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിരുന്നില്ല. അതായത് രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജന്മം പ്രാപിക്കാത്ത ദൈവഭക്ത. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് എങ്ങനെ ഭക്തി ജീവിതം നയിക്കുവാൻ കഴിയും? വേദപുസ്തകത്തിൽ തന്നെ അനേക ഉദാഹരണങ്ങളുണ്ട്. നിക്കോദേമോസ്, യഹൂദന്മാരുടെ ഇടയിൽ അറിയപ്പെട്ട പ്രമാണി, യേശു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. യോഹന്നാൻ 3:2. യഹൂദന്യായ പ്രമാണം അനുസരിച്ച് ഭക്തനായി ജീവിച്ചിരുന്നുവെങ്കിലും വീണ്ടും ജനനം പ്രാപിച്ചിരുന്നില്ല. അതുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, പുതുതായി ജനിക്കണം എന്ന്. യോഹന്നാൻ 3:3. കൊർന്നലിയോസ്, ഒരു പുറജാതിക്കാരൻ, അവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തി എന്ന് പറയത്തക്കവണ്ണം ഭക്തിജീവിതം നയിച്ചവൻ, വീടടക്കം ദൈവത്തെ ഭയപ്പെട്ടവൻ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. പ്രവൃത്തി 10:2 നീതിമാൻ, നല്ല സാക്ഷ്യമുള്ളവൻ. പ്രവൃത്തി 10:22.
ഇത്രയും ഗുണങ്ങളുണ്ടായിരുന്നിട്ടും കർത്താവ് അവനോട് പറയുന്നത്, നീ പത്രോസിനെ വിളിച്ച് അവൻ്റെ പ്രസംഗം കേൾക്കണം എന്ന. അപ്പോസ്തല പ്രവൃത്തി 10:5 വാക്യം. യെരുശലേമിൽ പോയി ദൈവത്തെ ആരാധിച്ചിരുന്ന ഭക്തനായിരുന്നു എത്യോപ്യക്കാരനായ ഷണ്ഡൻ. അവൻ തേരിലിരുന്ന് വചനം വായിക്കുകയാണ്. പ്രവൃത്തി 8:26 മുതൽ 38 വരെ. ഇവരെ പോലെ തന്നെയായിരുന്നു ലുദിയയും. ഭക്ത എന്നാൽ രക്ഷിക്കപ്പെട്ടിരുന്നില്ല. ഇന്ന് നമ്മിൽ പലരും ഇവരെ പോലെ ദൈവഭക്തർ എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ലേ. വീണ്ടും ജന്മം പ്രാപിക്കാതെയുള്ള ഭക്തി ജീവിതം അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ലുദിയ, കൊർന്നല്യോസ്, എത്യോപ്യക്കാരനായ ഷണ്ഡൻ ഇവരെല്ലാം ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് നിത്യജീവൻ്റെ അവകാശികളായി. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് ലുദിയയുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി 16-14-15 വാക്യങ്ങൾ. ഇന്ന് കർത്താവ് പറയുന്നത്, നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ നിനക്ക് കഴിയില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നത് ലോകപ്രകാരമുള്ള സ്ഥാനമാനങ്ങൾക്കാണോ, അതോ രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ഭക്തൻ എന്ന് വിളിക്കപ്പെടുന്നതിനാണോ? ശാന്തമായി ചിന്തിക്കുക. കർത്താവെ, രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ഭക്തനായി എന്നെയും രൂപപ്പെടുത്തണമേ. ആമേൻ. ക്രൂശിക്കപ്പെട്ടവനായി ഞാൻ നിനക്കായി ജീവിക്കുന്നു. എന്നിഷ്ടം ചെയ്യുവാനാവതിൽ എനിക്ക് വല്ലഭനെന്നിൽ ജീവിപ്പതായി. എന്നിഷ്ടം ചെയ്യുവാനാവതിൽ എനിക്ക് വല്ലഭനെന്നിൽ ജീവിപ്പതായി. ഞാനല്ല ഇനി ജീവിക്കുന്നതു ഞാനല്ല ഇനി ഞാനല്ല, യേശുവത്രേ എന്നിൽ ജീവിക്കുന്നു.